ചിന്തോപരേ നമസ്കാരം ഗായ്സ്, നിങ്ങളെല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഇന്ന് പുതിയൊരു വ്ളോഗാണ്, പുതിയൊരു യാത്ര, പുതിയൊരു വ്ളോഗും പുതിയൊരു യാത്രയും. നമ്മളിന്ന് പോകുന്നത് പോളണ്ടിൽ തന്നെ ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ സമ്മറായി കഴിഞ്ഞാൽ വിസിറ്റ് ചെയ്യാൻ ഏറ്റവും വലിയ ബീച്ചാണ് സൊപ്പോട്ട് ബീച്ച്. നമ്മൾ പോകുന്നത് അങ്ങോട്ടേക്കാണ്. അപ്പോൾ വീടിൻ്റെ അടുത്തുള്ള ബസ് പിടിച്ച് നേരെ ട്രെയിൻ കയറി നമ്മളിപ്പോൾ പോകുന്നത് ബ്രോക്ലോയിലേക്കാണ്. ബ്രോക്ലോ റെയിൽവേ സ്റ്റേഷൻ. ഇതൊക്കെ എൻ്റെ ചെറിയ കുസൃതികളായിട്ട് കണ്ടാൽ മതി ട്രെയിനിലിരിക്കുമ്പോൾ. അങ്ങനെ പുറത്തെ യാത്രകളൊക്കെ ആസ്വദിച്ച് പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇന്നലത്തെ രാത്രിയിലത്തെ ഉറക്കം വളരെ മോശമായതുകൊണ്ട് ഒരു ചെറിയ ഉറക്കം കൂടി കഴിഞ്ഞ് അങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് ട്രെയിൻ പെട്ടെന്ന് നിന്നു പോയതല്ല നിർത്തിയത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഷോക്കായിട്ട് എണീറ്റു. അപ്പോഴാണ് എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞത്, അച്ഛനെ പേടിക്കേണ്ട, ഒരു സീനുമില്ല, ഒരു മിനിറ്റത്തേക്ക് വണ്ടി ഒന്ന് സ്റ്റോപ്പ് ചെയ്തതാണ്. അപ്പോൾ ഞങ്ങൾ ഓൾമോസ്റ്റ് ബ്രോക്ലോ എത്താറായിരുന്നു. ഇത് ബ്രോക്ലോൻ്റെ മെയിൻ സിറ്റിയിലേക്കുള്ള സ്ഥലമാണ്. അപ്പോൾ ഞങ്ങൾ ബ്രോക്ലോ റെയിൽവേ സ്റ്റേഷനിലെത്തി. ബ്രോക്ലോ പോളണ്ടിൽ തന്നെ അല്ലെങ്കിൽ യൂറോപ്പിലുള്ള എല്ലാവരും പോളണ്ടിലേക്ക് സഞ്ചരിക്കുകയാണെങ്കിൽ, പോളണ്ട് വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ വന്ന് കാണേണ്ട ഒരു നല്ലൊരു സ്ഥലം തന്നെ ബ്രോക്ലോ. അത്രയ്ക്ക് വലിയൊരു സിറ്റിയാണ്, ഒരു എക്കണോമിക് സോണാണ്, ട്രാവലേഴ്സിന് പറ്റിയൊരു ടൂറിസ്റ്റേഴ്സിന് പറ്റിയ സ്ഥലമാണ്. ബ്രോക്ലോയിലല്ലാണ്ട് സമ്മറിൽ പ്രത്യേകിച്ച് ഇത് ബ്രോക്ലോയിലെ സുവനീർ ഷോപ്പാണ്, വളരെ മനോഹരമായൊരു സുവനീർ ഷോപ്പ്. അങ്ങനെ അതും കണ്ട് ആ കാഴ്ചകളെല്ലാം പകർത്തി ബ്രോക്ലോൻ്റെ റെയിൽവേ സ്റ്റേഷൻ്റെ മാക്സിമം കാഴ്ചകളെല്ലാം പകർത്തി ഞങ്ങളുടെ ജേണിക്ക് വേണ്ടി ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എടുക്കാൻ ഞങ്ങൾ നേരെ ബദ്രങ്കയിലേക്കാണ് എത്തിയത്. ബദ്രങ്ക എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ചെറിയ സൂപ്പർ മാർക്കറ്റാണ്, ചെറിയല്ല വലിയൊരു സൂപ്പർ മാർക്കറ്റ് ശൃംഖലയാണ്. നമുക്ക് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രാവലേഴ്സിന് പറ്റിയൊരു സ്ഥലമാണ്. കാരണം നമുക്ക് ചീപ്പ് പൈസയിൽ, ഇവിടുത്തെ പൈസ വെച്ച് നോക്കുമ്പോൾ ചീപ്പായിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ കിട്ടും. ഞങ്ങളെടുത്ത് കൂടുതലും ബേക്കറി ഐറ്റംസാണ്. എനിക്ക് പോളണ്ടിലെ സ്വീറ്റ്സ്, ബേക്കറി ഐറ്റംസ് വളരെ 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 ഇഷ്ടമാണ്. ചില ഐറ്റംസ് കേട്ടോ, വളരെ ചില ഐറ്റംസ് നമുക്ക് വിചാരിക്കാൻ നമ്മളിതുവരെ കഴിച്ചിട്ടില്ലാത്ത രീതിയിലുള്ള ടേസ്റ്റുകളാണ്. അങ്ങനെ അതിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ പറക്കിയെടുത്ത് ഞങ്ങൾ പുറത്തിരുന്ന് പയ്യെ കഴിച്ചു തുടങ്ങി. നല്ല തീറ്റയായിരുന്നു, നല്ല വിശപ്പുണ്ടായി. പിന്നെ വീണ്ടും അവിടുന്ന് പ്ലാറ്റ്ഫോമിലേക്ക് കയറി. ബ്രോക്ലോയിലെ ഞങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ ഓൾറെഡി ട്രെയിൻ അവിടെ സ്റ്റോപ്പാക്കി ഇട്ടിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ ടിക്കറ്റൊക്കെ വെച്ച് വാഗണും സീറ്റ് നമ്പറും നോക്കി നേരെ ട്രെയിനിലേക്ക് കയറി. ട്രെയിനിൽ എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലെ തന്നെ നാട്ടിൽ തന്നെ കാണുന്ന പോലെ സീറ്റില്ലാത്ത ആൾക്കാർ ഇതുപോലെ സൈഡിലൊക്കെ നിന്ന് യാത്ര കാണാൻ പറ്റും. ജീവിതം എല്ലായിടത്തും ഒരുപോലെ തന്നെയാണ്, ക്വാളിറ്റിയിലുള്ള മാറ്റം മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് മനസ്സിലായത്. കാരണം ഒരുപാട് ആൾക്കാർക്ക് സീറ്റ് കിട്ടിയില്ല, അപ്പോൾ അവർ നിലത്തേക്ക് ഇരുന്ന് നൈസായിട്ട് യാത്ര ചെയ്യണ്ടാവും. പിന്നെ എൻ്റെ ട്രെയിനിൻ്റെ ഉള്ളിലൊക്കെ വളരെ വൃത്തിയായിരിക്കും, വളരെ വളരെ വൃത്തിയുള്ള ട്രെയിനുകളാണ് പോളണ്ടിൽ. നമുക്ക് തന്നെ സപ്പോസ് നിലത്തിരുന്നാൽ പോലും നമുക്കൊരു ഡേറ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല, അടിപൊളിയായിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ ഒരു 5 മണിക്കൂറത്തെ യാത്ര കഴിഞ്ഞ് ബ്രോക്ലോ നേരെ സൊപ്പോട്ടിലെത്തി. സൊപ്പോട്ടിൽ ഞങ്ങൾ നേരത്തെ Airbnb ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ Airbnb ബുക്ക് ചെയ്താണ് ലൊക്കേഷൻ ഞങ്ങളിട്ട് നേരെ പോണത് ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിലേക്കാണ്. 350 സ്ലോട്ടി ആയിരുന്നു, 350 സ്ലോട്ടിൽ താഴെയായിരുന്നു ഞങ്ങൾക്ക് Airbnbക്ക് ഒരു ദിവസം നൈറ്റ് 2 പേർക്ക് സ്പെൻഡ് ചെയ്യാനായിട്ട് വന്നത്. ഞങ്ങളൊരു ഗാർഡൻ്റെ ഉള്ളിൽ കൂടെയൊക്കെയാണ് Airbnbയിലേക്ക് പോണേ. ഒരു മെഡിറ്റേഷൻ കിട്ടിയ ഒരു അവസ്ഥയായിരുന്നു എനിക്ക് വളരെ സന്തോഷം. ഞാൻ നേച്ചറിലേക്ക് എപ്പോൾ പോയാലും ഞാൻ വളരെ സന്തോഷമായിരിക്കും. നിങ്ങളെ വഴികളൊക്കെ കണ്ടോ, ചെറിയ ഇടവഴികൾ, കല്ലൊക്കെ ഇട്ട് നൈസായിട്ട് ചെറിയ ഗാർഡൻ്റെ ഉള്ളിൽ കൂടെ, ചെറിയ ബുഷുകളുടെ ഇടയിൽ കൂടെ, ചെറിയൊരു ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ പോകുമ്പോൾ ഒരു സുഖമാണ്. അങ്ങനെ ഞങ്ങൾ അപ്പാർട്ട്മെൻറ്റിലെത്തി. അതാണ് ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിൽ എത്തിക്കഴിഞ്ഞൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഓണർ വെച്ച കീ ബോക്സിൻ്റെ ഉള്ളിൽ ചെറുതായിട്ട് സ്റ്റക്കായിരുന്നു. അങ്ങനെ ഞങ്ങളതൊക്കെ തരണം ചെയ്ത് ഞങ്ങൾ ഇങ്ങനെ റൂമിൻ്റെ ഉള്ളിൽ കയറി. റൂമിൻ്റെ ഉള്ളിലെ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. ഈ റൂമിൽ വലിയൊരു ബെഡും പിന്നെ ചെറിയൊരു സോഫ, ലൈക്ക് ഒരു ചെയർ, നമുക്കത് ബെഡാക്കാൻ പറ്റും. നിങ്ങൾക്ക് കുറച്ച് നമുക്ക് കാണിച്ചു തരാം. അങ്ങനെ 2 പേർക്ക് കിടക്കാം, മീൻസ് ലൈക്ക് ആ വലിയ ബെഡിൽ 2 പേർക്ക് കിടക്കാം. ആ ചെറുത് ഞങ്ങൾ നിവർത്തി കഴിഞ്ഞപ്പോൾ ഒരാൾക്ക് കിടക്കാം. ഞാനങ്ങനെ അതിൽ കിടന്നു, എൻ്റെ കൂട്ടുകാർ അതിൽ കിടന്നു. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. 350 സ്ലോട്ടിക്ക് താഴെ ഞാൻ കുറേ നേരം 350 എന്ന് പറയുന്നത്. 350 സ്ലോട്ടി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കറൻസിയുടെ പേരാണ് സ്ലോട്ടി. അതിനെ ഇന്ത്യൻ റുപ്പിയിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ ഒരു 7000 റുപ്യൊക്കെ വരും. അങ്ങനെ ആ ഒരു റേഞ്ചിൽ ഇത്രയും പീക്ക് സമ്മറിൽ, അതും വീക്കെൻഡിൽ, ഞങ്ങൾ പോയത് വെള്ളിയാഴ്ച നൈറ്റ് ഞങ്ങളങ്ങനെ അത്ര രൂപയ്ക്ക് അവിടെ നിൽക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമായിട്ടുള്ളൊരു കാര്യമല്ല. അങ്ങനെ അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് നല്ല രീതിയിൽ വിശന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നോക്കുന്നത്, എവിടെ പുറത്ത് യാത്ര പോയാലും ഞാൻ ആദ്യം നോക്കുന്നത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ടോ എന്നാണ്.
അപ്പോൾ എൻ്റെ കൂട്ടുകാരന്മാർ ഒരുപാട് പേര് സജസ്റ്റ് ചെയ്തൊരു സ്ഥലമാണ് സമുദ്ര ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്. നമ്മളങ്ങനെ സപ്പോർട്ടുള്ള സമുദ്ര ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് വിസിറ്റ് ചെയ്യാൻ പോവാണ്. ഇതെൻ്റെ ചെറിയ അടുത്ത കലാപരിപാടികളാണ്. ഇവിടെ കുറേ കാർഡ് ഗെയിംസ്, ബ്ലോക്ക് ഗെയിംസ്, ചെസ്സൊക്കെ പോലത്തെ കുറേ ഐറ്റംസ് ഇരിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ആരും ഉപയോഗിക്കാം, നമ്മൾ ഉപയോഗിക്കില്ലല്ലോ. ഇതങ്ങടെ കിച്ചണാണ്, കണ്ട. എയർബിഎൻബിയുടെ ഏറ്റവും വലിയൊരു ഗുണമാണ് നമുക്ക് സ്വന്തമായിട്ട് സാധനങ്ങൾ ഉണ്ടാക്കി കഴിക്കാം. അത് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ, എല്ലാ ഫെസിലിറ്റി ഉണ്ടാവും. നല്ല ടോയ്ലറ്റ് ആയിരുന്നു, അത് കോമൺ ആണെങ്കിൽ അടിപൊളിയായിരുന്നു. ഞങ്ങൾക്കത് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തോന്നി. ഞങ്ങൾ നേരെ റൂമിൽ നിന്ന് ഇറങ്ങി നേരെ പോകുന്നത് സമുദ്രയാണ്. സമുദ്രയിലേക്ക് പോകുമ്പോൾ വീണ്ടും ഞങ്ങൾ ആ കല്ലിട്ട വഴികളൊക്കെയാണ്. പിന്നെ വന്ന വഴി വീണ്ടും കാണിക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ വീണ്ടും വീഡിയോ എടുക്കാഞ്ഞത്. ഞാൻ പിന്നെ അങ്ങനെ വീഡിയോ എടുക്കാൻ അത്ര നല്ലൊരാളുമല്ല. എനിക്കങ്ങനെ വലിയ കാര്യമായിട്ട് വീഡിയോ എടുക്കാനൊന്നും അറിയില്ല. പിന്നെ ഇപ്പം സംസാരിക്കാൻ പോലും എത്രത്തോളം നല്ല രീതിയിലാണെന്ന് എനിക്ക് അറിയാനും കൂടി പാടില്ല. നിങ്ങളതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വിടാം. പയ്യെ പയ്യെ ഡെവലപ്പ് ആയിരിക്കും. ഈ ടൈമിൽ നിന്നൊക്കെ പറഞ്ഞ് ഇവിടുത്തെ ആൾക്കാർ പെറ്റൊക്കെ ആയിട്ട്, അവരെ സ്വന്തം പെറ്റൊക്കെ ആയിട്ട് നൈസായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നത് ടൈമാണ്. പിന്നെ പോളണ്ടിൽ എവിടെ നോക്കിയാലും ഇതുപോലത്തെ ചെറിയ ചെറിയ ഗാർഡൻസ് ഉണ്ടാവും. അത് നമുക്ക് തന്നെ ഒരു റിഫ്രഷ്മെൻറ്റും മെഡിറ്റേഷൻ, ഒരു എന്താ പറയുക, ഒരു നമ്മളെ മൊത്തത്തിൽ റിഫ്രഷ് ആക്കി കളയും. ഇത് ഇവിടുത്തെ ഒരു ഗവൺമെൻറ് ഓഫീസാണ്, എന്താണെന്ന് പോലും എനിക്കറിയാൻ പാടില്ല. അതുപോലെ തന്നെ അപ്പുറത്തൊരു കിടിലൻ ഒരു മൊണ്യുമെൻ്റ് ഉണ്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വളരെ ഇഷ്ടമായി. കാരണം ഒരു ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു ഈഗിളാണ്. അപ്പോൾ ഇതെന്തോ ഇവിടുത്തെ ബ്രേവ്നെസ് ഒരു സ്ട്രെങ്ത്തിനെ സൂചിപ്പിക്കുന്ന എന്തോ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അവിടെ പോളിഷിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഞാൻ അറിയാവുന്ന രീതിയിലുള്ള എനിക്കറിയാവുന്ന രീതിയിൽ പോളിഷ് ഞാൻ വായിച്ചു. പിന്നെ കുറച്ചൊക്കെ എനിക്ക് മനസ്സിലായി. ശരിക്കും പറഞ്ഞാൽ എനിക്ക് മൊത്തത്തിൽ മനസ്സിലായില്ല. അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയാത്തത്. ഞാൻ തെറ്റിപ്പോയി കഴിഞ്ഞാൽ പോളണ്ടിൽ പോളിഷ് അറിയാവുന്ന ഏതെങ്കിലും ഒരു മലയാളി ഇത് കണ്ട് നമ്മളെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ വീണ്ടും ഞങ്ങൾ അവിടെ നിന്ന് നേരെ സപ്പോർട്ട് സെൻറ്ററും ചെറിയൊരു മാളാണ്. അതിൻ്റെ ഉള്ളിൽ കുറച്ച് ചെറിയ കടകളുണ്ട്. അവിടെ സൈഡിൽ കൂടെ പോയാലാണ് നമുക്ക് സമുദ്രയിൽ എത്താൻ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങൾ സമുദ്രയിൽ എത്തി. സമുദ്രയുടെ ഫ്രണ്ടിലുള്ള ഒരു ലിസ്റ്റ് ഓഫ് ഫുഡ്സിൻ്റെ ഒരു അഡ്വർടൈസ്മെൻറ്റ് കണ്ട് എനിക്ക് മൊത്തത്തിൽ സമുദ്രയുടെ ആംബിയൻസ് ഇഷ്ടമായി. ഞാൻ എൻ്റെ കൂട്ടുകാരനോടെയും ആദ്യം ഓർഡർ ചെയ്ത് മോമോസാണ്. പിന്നെ അവൻ ബിരിയാണി ഓർഡർ ചെയ്തു. ഞാൻ ബട്ടർ ചിക്കനും ബട്ടർ നാനും ഓർഡർ ചെയ്തു. മോമോസ് മച്ചാൻ ടേസ്റ്റ് ചെയ്തിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ നേപ്പാളിൽ കിട്ടുന്ന പോലത്തൊക്കെ തന്നെയാണ്. പിന്നെ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്കൊരു കൊറിയാണ്ടറിൻ്റെ ടേസ്റ്റ് ഇച്ചിരി കൂടുതലായിട്ട് നിൽക്കണുണ്ടു. പക്ഷേ എനിക്കത് വലിയ പ്രശ്നമായിട്ട് തോന്നിയില്ല. കാരണം ഒന്നാമത്തെ ഇതുപോലത്തെ ഇത്രയും വലിയൊരു തിരക്കുള്ള സിറ്റിയിൽ അവിടെ നിന്ന് ഇന്ത്യൻ ഫുഡ് കഴിക്കുക എന്ന് പറയുന്നത്, തിരക്ക് മീൻസ് ഇൻ്റർനാഷണൽ ആൾക്കാർ മാത്രം എന്നൊരു സ്ഥലത്ത് നമുക്കൊരു ഇന്ത്യൻ ഫുഡ് കഴിക്കുക എന്ന് പറയുന്നതും കഴിക്കാൻ കിട്ടുക എന്ന് പറയുന്നതും വളരെ വളരെ ലക്കാണ്. കാരണം പോളണ്ടിൽ പൊതുവേ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് കുറവാണ്. ഒരു സിറ്റിയിൽ വലിയ സിറ്റികളിൽ 1-2 ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ പിന്നെ ഞാനൊക്കെ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു 2 മണിക്കൂർ യാത്ര ചെയ്താൽ മാത്രമേ ഞങ്ങൾക്ക് നല്ലൊരു ഇന്ത്യൻ ഫുഡ് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ പിന്നെ പൊതുവെ എല്ലാ കുസിൻസും ട്രൈ ചെയ്യുന്ന ആളാണ്. ഞാനിങ്ങനെ എനിക്ക് പോളണ്ടിലെ ചില ഫുഡുകൾ വളരെ ഇഷ്ടമാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇപ്പോൾ കഴിക്കുന്ന ബട്ടർ നാനും ഒടുക്കത്തെ ബട്ടറായിരുന്നു. പക്ഷേ നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. ബട്ടർ ചിക്കൻ അത്ര വലിയ ഒരു 50-50 എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. പക്ഷേ കുഴപ്പമില്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഓക്കെ ആയിരുന്നു. പിന്നെ ഞാൻ എൻ്റെ കഴിപ്പ് കണ്ടിട്ട് നിങ്ങൾക്കൊന്നും തോന്നരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വിശപ്പുണ്ടായിരുന്നതാണ്. ആ സമയത്ത് ഞാൻ വീഡിയോ ഓണാണ്, വ്ളോഗ് എടുക്കുകയാണ്, ആൾക്കാർ കാണാനൊന്നും നോക്കിയില്ല. കാരണം എനിക്ക് നല്ല വിശപ്പുണ്ടായി. പിന്നെ എൻ്റെ മാക്സിമം രീതിയിൽ ഞാൻ എൻ്റെ സിവിക് സെൻസൊക്കെ കൺട്രോൾ ചെയ്ത് ഞാൻ മാക്സിമം കൈയൊക്കെ മര്യാദയ്ക്ക് ഉപയോഗിച്ച് ഓരോ ബൈറ്റ് എടുക്കുമ്പോഴും ഞാൻ കൈയൊക്കെ മറ്റേ ടിഷ്യൂവിൽ തുടച്ച് അങ്ങനെയൊക്കെയാണ് ചെയ്തത്. മൊത്തത്തിൽ ചെറുതായിട്ട് ചുറ്റൊക്കെ നോക്കി ആൾക്കാർ കണ്ടെന്ത് തോന്നുന്നു. പക്ഷേ പിന്നെയാണ് മനസ്സിലായി ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ വന്ന സായിപ്പന്മാരായാലും ആരായാലും കൈ കൊണ്ട് തന്നെ കഴിച്ചോളും, അവർക്കൊരു ബുദ്ധിമുട്ടില്ലാത്ത ആൾക്കാരാണെന്ന്. പിന്നെ അടുത്തത് ഈ പരിപാടിയാണ് ചെറുതായിട്ടൊന്ന് മൂഞ്ചിപ്പോയത്. കാരണം ഞാൻ പ്രാവിന് തീറ്റ കൊടുക്കാൻ നോക്കിയതാണ്. അവിടെ പ്രാവിന് തീറ്റ കൊടുക്കാനുള്ളൊരു സ്ഥലം ഉണ്ടായിരുന്നു. പക്ഷേ ഒരാൾക്കും എൻ്റെ കയ്യിൽ നിന്ന് വേണം. അങ്ങനെ ഞാൻ കുറേ വെയിറ്റ് ചെയ്ത് ഞാൻ ചെറുതായിട്ട് നാണം കെട്ട് നിൽക്കുമ്പോൾ ഒരു പ്രാവ് എൻ്റെ കയ്യിലേക്ക് കറക്റ്റ് ടൈമിൽ പറന്നു വന്നു. പക്ഷേ ആൾ ഫുഡ് കഴിച്ചില്ല, തീറ്റ എടുത്തില്ല. നൈസായിട്ട് പോയി, പക്ഷേ കുഴപ്പമുണ്ടായില്ല. പിന്നെന്താ, അവിടെ നിന്ന് വീണ്ടും ബീച്ചിലേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങൾ ഇട്ടുകൊണ്ട് വന്ന ഡ്രസ്സ്, ഞങ്ങളുടെ പ്ലാൻ ജസ്റ്റ് ബീച്ച് കണ്ടിട്ട് തിരിച്ചു വരാമെന്നുള്ളായിരുന്നു. കാരണം ഞങ്ങൾ വന്നത് ഒന്നാമത്തെ ടയേർഡായിരുന്നു. വൈകിട്ടാണ്, നല്ല സണ്ണുണ്ടെങ്കിലും ഞങ്ങൾക്ക് ബീച്ചിലേക്ക് ഇറങ്ങാനുള്ള മൂടുണ്ടായില്ല. കാരണം റൂമിലേക്ക് വീണ്ടും ഒരു 1 കിലോമീറ്റർ നടന്ന് ഡ്രസ്സ് മാറിയിട്ട് വീണ്ടും നടന്നു വന്ന് അതിനുള്ള ഒരു ടൈമും ഉണ്ടായില്ല, മൈൻഡും ഉണ്ടായില്ല. മൊത്തത്തിലൊരു എഫർട്ടാണത്. അപ്പോഴാണ് ഞങ്ങളൊരു ബ്രിഡ്ജ് ശ്രദ്ധിച്ചത്.
ആ ബ്രിഡ്ജിൻ്റെ ഉള്ളിൽ കൂടെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ബീച്ചിൻ്റെ, അതായത് കടലിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് നടന്നു ചെല്ലാം. അതൊരു വല്ലാത്ത അനുഭവമാണെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് എൻ്റെ കൂട്ടുകാരൻ അത് ഇതിനു മുമ്പ് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടും ഞങ്ങൾ രണ്ടുപേരും കൂടി അത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പോയി. അപ്പോൾ ആ വഴിയിലുള്ള കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഇവിടെ മൊത്തം റിഫ്രഷ്മെൻ്റ് ആയിട്ടുള്ള സാധനങ്ങളും പോളിഷ് ഫുഡുകളും സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. കിട്ടുന്ന ഈ റോഡിൻ്റെ സൈഡുകളൊക്കെ അങ്ങനെയാണ്. ഇതിന് ആംബർ ഗോൾഡ് എന്ന് പറയും. ഇത് പോളണ്ടിൻ്റെ കോസ്റ്റൽ ഏരിയയിൽ മാത്രം കിട്ടുന്ന ഒരു സ്റ്റോണാണ് ആംബർ. ആ ആംബർ വെച്ചിട്ട് ആംബറിന് തന്നെ ഒരു ആംബർ ഗോൾഡ് എന്ന് പറയണം ആ സ്റ്റോണിനെ. അത് വളരെ റയറായിട്ടുള്ള ഒരു സ്റ്റോണാണ്. അതിൻ്റെ അവർ സിൽവറും ഗോൾഡൊക്കെ വെച്ച് നമുക്ക് പ്ലേറ്റ് ചെയ്ത് തരും. ലൈക്ക് അലൈൻ ചെയ്തിട്ട് ആഭരണങ്ങൾ ഉണ്ടാക്കി തരും. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ടിക്കറ്റ് കിട്ടി. ടിക്കറ്റിന് 10 സ്ലോട്ടിയാണ്. 10 സ്ലോട്ടി എന്ന് പറയുമ്പോൾ നാട്ടിലൊരു 260 രൂപ ഒരാൾക്ക്. അങ്ങനെ 2 ടിക്കറ്റ് കൊടുത്ത് നേരെ ബ്രിഡ്ജിൽ കയറി. ബ്രിഡ്ജ് മൊത്തത്തിൽ പാക്ഡാണ്, ടൂറിസ്റ്റേഴ്സായിട്ട് പാക്ഡാണ്. പക്ഷേ എനിക്ക് വളരെ സന്തോഷം. നല്ല കാറ്റും നല്ല വെയിലും, എന്നാൽ വെയിലിൻ്റെ ചൂട് അത്രയ്ക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് നമ്മൾ ആസ്വദിച്ചൊക്കെ നടന്നു. അവിടെ ഒരുപാട് യാട്ടുണ്ട്. ഞാൻ ഇതുപോലെ യാട്ടുകൾ ഇതിനു മുമ്പ് കണ്ടത് ഞാൻ മുമ്പ് വർക്ക് ചെയ്ത കുവൈറ്റിലാണ്. അതിനുശേഷം യാട്ട് കാണുന്നത് ഇവിടെയാണ്, പോളണ്ടിൽ. അങ്ങനെ ഒരുപാട് നാൾക്ക് ശേഷം ഒരു യാട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. ഞാൻ മാക്സിമം സൂം ചെയ്ത് പിടിക്കാൻ നോക്കി. അത് കഴിഞ്ഞ് ഞങ്ങൾ ബ്രിഡ്ജിൻ്റെ രണ്ടാമത്തെ നിലയിൽ കൂടെ, രണ്ടാമത്തില്ല താഴത്തെ നിലയിൽ കൂടെ നടക്കാൻ തുടങ്ങി. ഇവിടെ 2 നിലയുണ്ട്. അതൊരു നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. കാരണം വ്ളോഗ് എടുക്കുന്ന ആൾക്കാർക്ക് സമാധാനമായിട്ട് വ്ളോഗ് എടുക്കുകയും ചെയ്യാം. ആരുടെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവില്ല. ആരുടെ അനാവശ്യമായിട്ടുള്ള മുഖങ്ങൾ പതിയേയില്ല. നമുക്ക് നൈസായിട്ട് ബീച്ചൊക്കെ ആസ്വദിച്ച് വ്ളോഗ് എടുത്ത് വർത്താനൊക്കെ പറഞ്ഞ് നൈസായിട്ട് പോകാം. അതെനിക്ക് അടിപൊളിയായിട്ട് തോന്നി. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കേരളത്തിൽ കാണുന്ന ബീച്ചുകളിലെ പോലെ ഭയങ്കര അക്രമകാരികളായിട്ടുള്ള ഒരു തിരമാലകളൊന്നുമില്ല ഇവിടെ. പിന്നെ വളരെ സൈലൻ്റ് ആയിട്ടുള്ളൊരു ബീച്ച്. ലൈക്ക് തിരമാലകളുടെ ഉള്ളിൽ ശല്യങ്ങളൊന്നും ഇല്ലാണ്ട്, ശല്യം എന്നല്ല ഉദ്ദേശിച്ച അങ്ങനത്തെ ഒരു തിരമാല അടിക്കുന്ന ഒരു ഫീൽ നമുക്ക് അങ്ങനത്തെ ഒരു ഫീൽ കിട്ടില്ല. ഇനി കാണാൻ പോകുന്ന എൻ്റെ ഒരു ചെറിയ ചെറിയ രീതിയിലുള്ള ഫോട്ടോ സെക്ഷനാണ് ഗൈസ്. ആരും ഒന്നും തോന്നരുത്. അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത്, ഇവനാണ് ഈ ഫോട്ടോ ഒക്കെ എടുത്ത് തന്നത്. അവിടെ നിന്ന് അടുത്ത സ്റ്റെയർ കയറിയിട്ട് നമ്മൾ വീണ്ടും നിലയിലേക്ക് കയറി. മേളിലത്തെ നിലയിൽ ഇതൊക്കെയാണ് കാഴ്ചകൾ. ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പൊക്കോളും. എന്താ പറയുക, കുറേ യാട്ടുകളും അതിലൊക്കെ നമുക്ക് റൈഡുകളും ഓഫറാണ് കേട്ടോ. ഒരു റൈഡുകളൊക്കെ ഓഫർ ചെയ്യും. ഞങ്ങളെന്ന് പറഞ്ഞതിന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ നമ്മുടെ അടുത്ത് 70 സ്ലോട്ട് പറഞ്ഞു. അതായത് 2 പേർ കൂടി കേട്ടോ. അത് മോശം എമൗണ്ട് അല്ല. പക്ഷേ ഞങ്ങളുടെ അടുത്ത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഒരു 10-20 ആൾക്കാർ വന്നവരെ. നമ്മൾ എന്തോരം നേരം എന്ന് വെച്ച് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്കൊരു കൺഫ്യൂഷൻ വന്നു. നമ്മൾ നേരെ അവിടെ നടന്ന് അടുത്ത യാട്ടുകളും കുറേ വലിയൊരു ഷിപ്പുകളൊക്കെ ഉള്ള സ്ഥലത്തേക്ക് വന്നു. അപ്പോഴാണ് നമ്മൾ ആദ്യമായിട്ട് സിനിമയിലല്ലാണ്ട് പൈററ്റ്സ് പോലത്തെ ഒരു ഷിപ്പ്, പൈററ്റ്സ് ഓഫ് കരീബിയയിലെ ഷിപ്പിനെ തോന്നിപ്പിക്കുന്ന രീതിയിലൊരു ഷിപ്പ് വന്നു. അപ്പോൾ പിന്നെ ഞാൻ ഫോട്ടോസ് അങ്ങോട്ട് എടുക്കാൻ തുടങ്ങി. പിന്നെ നമ്മുടെ അടുത്ത യാട്ട് കണ്ടു. ഇവിടുത്തെ ആൾക്കാർ ടൂറിസ്റ്റേഴ്സിനെ വെൽക്കം ചെയ്യുന്ന രീതി കണ്ടു. $1,000 to tour? Are you sure? Well, if you ask again, it's going to be 2,000. Oh my god, guys, this guy is cool, man. Enjoy, bro. We met nice people, guys. കണ്ട എന്താ അടിപൊളിയായിട്ടാണ് അവരൊക്കെ നമ്മളോട് പെരുമാറുന്നതെന്നാണ്. അവർ ഇത് എൻ്റെ ഷിപ്പാണ് അല്ലെങ്കിൽ എൻ്റെ ഒരു യാട്ടാണെന്നുള്ള രീതിയിലൊരു പട്ടി ഷോ നടക്കാൻ നിന്നില്ല. നൈസായിട്ട് പെരുമാറി. നൈസായിട്ട് നമുക്കൊരു അടിപൊളിയായിട്ട് തോന്നി കേട്ടോ. പിന്നെ വീണ്ടും യാട്ടൊക്കെ കാണാനായിട്ട് ഇറങ്ങി. യാട്ടിൻ്റെ ഒരു എന്താ പറയുക, യാട്ടിൻ്റെ ഒരു ഏരിയയാണ്, യാട്ടിൻ്റെ ഒരു ഗ്യാരേജ്. ഞാൻ ഇതുപോലെ യാട്ട് ഞാൻ പറഞ്ഞില്ലേ കുവൈറ്റിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. അതിനുശേഷം നേരെ വീണ്ടും നമ്മുടെ പൈറേറ്റ്സ് ഷിപ്പിൻ്റെ അടുത്തേക്ക് പോയി. അപ്പോഴാണ് അറിഞ്ഞത് ഈ ഷിപ്പിൽ ഇപ്പോൾ കയറി കഴിഞ്ഞാൽ ഈ ഷിപ്പ് ഇപ്പോൾ സെയിൽ ചെയ്യാൻ പോകണം. അങ്ങനെ നേരെ പോയിട്ട് 2 ടിക്കറ്റ് എടുത്തു. 150 സ്ലോട്ടി, ഒരാൾക്ക് 75 സ്ലോട്ടി വെച്ച്. 75 എന്ന് പറയുമ്പോൾ നാട്ടിലൊരു എത്രയാ, ഒരു 1800 അത്ര രൂപയ്ക്കോ ഒരാൾക്ക്. അങ്ങനെ നമ്മളും ടിക്കറ്റ് എടുത്ത്, ഇതാണ് ടിക്കറ്റ് എടുത്ത് നമ്മൾ മിണ്ടാണ്ട് ക്യൂ നിൽക്കുകയാണ്. അങ്ങനെ എല്ലാവരും ക്യൂ നിൽക്കണ പോലെ നമ്മളും മിണ്ടാണ്ട് ക്യൂ നിന്ന്. പക്ഷെ എല്ലാവരും ഓരോ കാര്യങ്ങൾ ആസ്വദിച്ച് ക്യൂ നിൽക്കുകയാണ്. പക്ഷെ ഞാൻ ഒട്ടും ക്ഷമയില്ലാണ്ട് ക്യൂ നിൽക്കുക. കാരണം എനിക്ക് ആ ഷിപ്പിൻ്റെ ഉള്ളിൽ കയറി അതിൻ്റെ ഉള്ളിൽ കുറേ ഓടിയൊക്കെ നടന്ന് കുറച്ച് നല്ല കിട്ടലും വീഡിയോസ് എടുക്കണം. കാരണം ലൈഫിൽ ആദ്യമായിട്ട് സംഭവിക്കണം. എൻ്റെ ഒരു എന്തൂസിയാസം എന്നാണോ എക്സൈറ്റ്മെൻറ്റ് എന്നാണോ പറയേണ്ടതെന്ന് എനിക്കറിയാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ഷിപ്പിൻ്റെ ഉള്ളിൽ കയറി ഗൈസ്. ആ ഒരു മച്ചാൻ അടിപൊളി പൊന്നും മച്ച. എന്നെ സംബന്ധിച്ചിടത്തോളം അടിപൊളിയായിരുന്നു. ഞാൻ വളരെ എന്താ പറയുക ശരിക്കും ആസ്വദിച്ചു ആ ഷിപ്പ്.
അങ്ങനെ ഷിപ്പിൻ്റെ ഫസ്റ്റ് പോയത് ഷിപ്പിൻ്റെ അപ്പർ ഡെക്കിലേക്കാണ്. അവിടെ പിന്നെ കുറേ ആൾക്കാർക്ക് ഇരിക്കാനുള്ള ഇതും പിന്നെ ചെറിയൊരു ഞാൻ വിചാരിച്ചു ഈ സ്റ്റിയറിംഗ് ഒക്കെ വർക്ക് ചെയ്യുമെന്ന്. ഇതൊക്കെ ചുമ്മാ ഷോ ഓഫാണ് മച്ചാനെ. നമുക്ക് വീഡിയോസൊക്കെ എടുക്കുമ്പോൾ ഒരു രസമാണ്. പക്ഷേ പരിപാടി ഇവിടെയല്ല. പരിപാടി അപ്പുറത്താണ്. കണ്ണൻ സ്രാങ്ക് എന്നൊക്കെ പറയുന്ന ആൾക്കാരില്ലേ, ആ ടീമുകളാണ് അപ്പുറത്ത് നിന്ന് ചെറിയൊരു എഞ്ചിൻ റൂമിൽ നിന്ന് ഇത് വർക്ക് ചെയ്യിപ്പിക്കണത്. അങ്ങനെ കണ്ണൻ സ്രാങ്കിൻ്റെ എഞ്ചിൻ റൂം ചെറുതായിട്ടൊക്കെ ഒന്ന് വീഡിയോ എടുത്ത് നൈസായിട്ട് അടുത്ത പരിപാടി പിടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതിൻ്റെ കുറേ കെട്ടുപണികളും ചരടിൻ്റെ പരിപാടികളൊക്കെ നോക്കി നേരെ താഴത്തൊരു ഡെക്കുണ്ട് കഴിഞ്ഞപ്പോൾ അവിടേക്ക് പോയി. അവിടെ പോയപ്പോഴാണ് ഈ പൈറേറ്റ്സിൻ്റെ എല്ലാ പരിപാടികളൊക്കെ അവിടെ വെച്ചാണത്. ചുമ്മാ സുവനിയേഴ്സ് വീട്ടിലേക്ക് ആൾക്കാരെ മേടിച്ചു കൊണ്ടുപോകാൻ പറ്റിയ ഇവിടുത്തെ ഒരു ഏറ്റവും നല്ലൊരു പരിപാടി ഞാൻ കണ്ടതാണ്. ഇവിടെ ഏത് സ്ഥലത്ത് ചെന്നാലും നമുക്ക് ആ സ്ഥലത്തിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇപ്പം ഇതിപ്പോൾ പൈറേറ്റ് ഷിപ്പാന്ന് പറയില്ല, പൈറേറ്റ് ഷിപ്പിൻ്റെ ഉള്ളിൽ നമ്മൾ കയറിയ ഒരു ഓർമ്മയ്ക്കായിട്ട് അതിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ കുറേ സുവനിയേഴ്സ് വാങ്ങാൻ കിട്ടും. ഇവർ ചെറിയ മാഗ്നറ്റ് പോലത്തെ സുവനിയേഴ്സൊക്കെ മേടിച്ചിട്ട് വീടിൻ്റെ ഫ്രിഡ്ജുമൊക്കെ ഒട്ടിച്ച് വെക്കണം ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ ഇതുപോലെ നമ്മൾ ഈ സ്ഥലത്തെ സുവനിയേഴ്സൊക്കെ മേടിച്ച് നമ്മൾ ഒന്നല്ലെങ്കിൽ നമ്മുടെ കൈ പിടിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാർക്ക് കൊടുക്കുമ്പോൾ അതൊരു വല്ലാത്തൊരു സന്തോഷമാണ്. പിന്നെ കാണുമ്പോൾ അതൊരു പ്രത്യേക കൾച്ചറായിട്ട് തോന്നി. നമുക്ക് മലയാളികൾ അഡാപ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു കൾച്ചറായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ വീണ്ടും അപ്പർ ഡെക്കിൽ ചെന്നു. അതിൻ്റെ ഉള്ളിൽ ചെറിയ ഷോപ്പുണ്ട്, ചെറിയ സ്നാക്സും ബിയറും കോഫിയും ബാക്കി ടൂറിസ്റ്റേഴ്സിനെ എൻഗേജ് ചെയ്യിപ്പിക്കാനും എല്ലാ പരിപാടിയും അവിടെ ഉണ്ട്. അപ്പം അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും ഞാൻ ആ ചെറിയ ഷോപ്പൊക്കെ നൈസായിട്ട് പകർത്തിയിട്ട് നേരെ ആ ഷിപ്പിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ മാക്സിമം നോക്കാമായിരുന്നു. പിന്നെ ജനലിൻ്റെ ഉള്ളിൽ കൂടെ അടുത്ത ഈ ആട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ അതും നല്ല സ്പീഡിൽ പോകണം കണ്ടു കഴിഞ്ഞപ്പോൾ അത് അങ്ങോട്ട് ചാടി കയറി പകർത്തി. പിന്നെ നേരെ ഈ മച്ചാനോട് ചോദിച്ചു ഞാൻ താഴത്തേക്ക് പോക്കോട്ടേന്ന്. ആ മച്ചാൻ പറഞ്ഞു നീ പോടാ മൊത്ത ഒരു സീനില്ലാന്ന്. അങ്ങനെ നേരെ താഴത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് മച്ചാനെ മനസ്സിലായ ക്ലീൻ ആയിട്ടുള്ള ടോയ്ലറ്റ്. പെട്ടെന്നൊരു അനൗൺസ്മെൻറ്റ് കേട്ടു. ഞാനത് ഷോക്കായി പോയി. അത് പോളിഷിലായിരുന്നു. കാരണം ഞാൻ വിചാരിച്ചു ഞാൻ താഴത്തേക്ക് ഇറങ്ങിയപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അത് മൊത്തത്തിലുള്ളൊരു അനൗൺസ്മെൻ്റാണ്. ലൈഫ് ജാക്കറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ എവിടെയാണെന്നും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ശ്രദ്ധിക്കണമെന്നും പിന്നെ സിഗരറ്റ് വലിക്കാൻ പാടില്ല എന്നുമുള്ളൊരു അനൗൺസ്മെൻറ്റ്. അവിടെ നിന്ന് വീണ്ടും അപ്പർ ഡെക്കിൽ ചെന്നു. അപ്പർ ഡെക്കിൽ ചെന്നിട്ട് നമ്മൾ നേരെ പോയത് നേരത്തെ നമ്മൾ കണ്ടില്ലേ ആ പൈറേറ്റ്സിൻ്റെ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ നൈസായിട്ട് കയറി. അതിൻ്റെ ഉള്ളിൽ നിന്നുള്ളൊരു കാഴ്ചയാണ് ഈ കാണുന്നത് ജനലിൻ്റെ ഉള്ളിൽ കൂടെ. പിന്നെ നൈസായിട്ട് അവിടെ സെറ്റായി. പിന്നെ ബോട്ട് എടുത്തതിന് ശേഷം ഷിപ്പ് എടുത്തതിന് ശേഷം 2 ബിയർ അങ്ങോട്ട് പടയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ബിയർ പടയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണ ഒരു കാര്യങ്ങളാണ് ഇത് കാണുന്നത്. അതിൻ്റെ ഇടയിൽ നൈസായിട്ട് ഞാൻ ഈ ഡെക്കിൻ്റെ ചെറിയൊരു ടൂർ അങ്ങോട്ട് നടത്താമെന്ന് വിചാരിച്ചു. നൈസായിട്ട് ഞാൻ ഈ സൊവിനിയേഴ്സും കാര്യങ്ങളും പിന്നെ നേരത്തെ നിങ്ങൾ കണ്ടതിൽ കൂടുതൽ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ അവിടെ ഒരു ചെറുതായിട്ട് അസ്ഥി കൂടെ ഉള്ളൊരു പൈറേറ്റ് ഇരിക്കുന്നുണ്ട്. ഇത് നമ്മുടെ ജോണി ഡബ്ബ എന്ന് തോന്നുന്നുണ്ട്, പൈറേറ്റ്സ് ഓഫ് കരീബിയനിലെ. അങ്ങനെ അതിനെയൊക്കെ ഉപമിക്കുന്ന രീതിയിൽ ഒരു പൈറേറ്റിൻ്റെ ഒരു ചെറിയ ടൂറിസ്റ്റുകളെ എൻഗേജ് ചെയ്യിപ്പിക്കുന്ന ഒരു പരിപാടി. പിന്നെ ചെറിയ പണ്ടത്തെ ആൻറ്റിക് സാധനങ്ങൾ അങ്ങനത്തെ ഒക്കെ പരിപാടിയായിട്ട് നിന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു 2 ബിയർ തരാമോന്ന്. അങ്ങനെ നേരെ കാർഡ് വരച്ച് 2 ബിയർ അങ്ങോട്ട് സെറ്റാക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. പൈസ അങ്ങോട്ട് സെൻഡായി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി വർക്ക് ചെയ്യേണ്ടതെന്ന്. അങ്ങനെ ഒരു സ്കോൾ അടിക്കുകയാണ് ഗൈസ്. ചിയേഴ്സ്. നമ്മൾ വൈക്കിംഗ് രീതിയിലൊരു ചിയേഴ്സിന് സ്കോൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കൂട്ടുകാരൻ നൈസായിട്ട് പരിപാടി കൊണ്ട് തുടങ്ങി. നൈസായിട്ടിരുന്നു, നൈസായിട്ട് ഫോട്ടോ എടുത്തു, നൈസായിട്ട് വീഡിയോ എടുത്തു. ഈ വീഡിയോ ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വീഡിയോ. നിങ്ങൾ കണ്ടു നോക്ക്. വീഡിയോ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. എൻ്റെ കൂട്ടുകാരനാണ് ആ വീഡിയോ എടുത്ത രീതി. അങ്ങനെ നേരെ ഇത് പോളണ്ടിൻ്റെ ഫ്ലാഗാണ്. നമ്മൾ താമസിക്കുന്ന രാജ്യത്തെയും ആ രാജ്യത്തിൻ്റെ ഭാഷയും അവിടുത്തെ കൾച്ചറായിട്ട് നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് അടിപൊളിയായിട്ട് നമ്മുടെ കോൺട്രിബ്യൂഷനും ആ സൊസൈറ്റിക്ക് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ നമ്മൾ ഹാപ്പി ആയിട്ട് പോവുകയാണെങ്കിൽ ഉണ്ടല്ലോ വലിയ കുഴപ്പമില്ലാണ്ട് ഹാപ്പി ആയിട്ട് നമുക്ക് ജീവിക്കാം. നമ്മളെല്ലായിടത്തും എല്ലാ രാജ്യത്തും പോയി എല്ലാ കൾച്ചറും എക്സ്പ്ലോർ ചെയ്ത് അവരായിട്ട് മിങ്കിൾ ചെയ്ത് നമ്മുടെ രാജ്യത്തെയും നമ്മുടെ കൾച്ചറും മാത്രമാണ് വലുതെന്നും പറഞ്ഞുകൊണ്ടിരിക്കാണ്ട് അടിപൊളിയായിട്ട് എല്ലാവരായിട്ട് മിങ്കിൾ ചെയ്ത് നല്ല നല്ല മനുഷ്യന്മാരെ കണ്ട് ഹാപ്പി ആയിട്ട് ലൈഫ് അങ്ങോട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടല്ലോ അടിപൊളിയായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നിർത്താണ് ഗൈസ്. ഫ്രം സപ്പോർട്ട് യുവർ കേരള ബോയ് ദ ഫാബ് മെയ്ഡ് ഇൻ ഇന്ത്യ സൈനിങ് ഔട്ട്.